ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന രജിസ്ട്രേഷൻ പേജിൽ നമ്മുടെ പേര് നമ്മൾ ID പ്രൂഫിലുള്ള പോലെ തന്നെ പേര് കൊടുക്കുക. ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക, അതിനുശേഷം ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക, ഇമെയിൽ കറക്റ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്യുക. ഏത് കൺട്രിയിലാണോ ആ കൺട്രി നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, പാസ്വേഡ് അടിക്കുക, രജിസ്റ്റർ കൊടുക്കുക. എന്നിട്ട് നമ്മളെ മെയിലൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ മെയിലിലോട്ട് ഒരു കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടാവും. മെയിൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ വരുന്ന ലിങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബ്രോക്കറിലെ സൈറ്റിലോട്ട് ആ ലിങ്കിൽ നിന്ന് കണക്റ്റ് ആയി പോകും. എന്നിട്ട് അവിടെ നമ്മുടെ ഇമെയിൽ അടിക്കുക, കൺഫേം ആക്കുക. എന്നിട്ട് നമ്മൾ വെരിഫൈ അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ പോവാണ്. അവിടെ പേഴ്സണൽ പ്രൊഫൈൽ കാണാം, ഡോക്യുമെൻറ്റ്സ് കാണാം. ആദ്യം നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ID പ്രൂഫ്, ആധാറാണോ ലൈസൻസ് ആണോ ഏതാണോ എന്നുള്ളത് നമുക്ക് ID പ്രൂഫ് ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്യുക. ID പ്രൂഫും അറ്റാച്ച് ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് അഡ്രസ് പ്രൂഫും അറ്റാച്ച് ചെയ്യണം, ഫ്രണ്ടും ബാക്കും. അപ്പോൾ ആധാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ മതി, ഫ്രണ്ടും ബാക്കും രണ്ട് സ്ഥലത്തും അറ്റാച്ച് ചെയ്യാം. പാൻ കാർഡൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ID പ്രൂഫിൻ്റെ അടുത്ത് പാൻ കാർഡും അഡ്രസ് പ്രൂഫിൻ്റെ അടുത്ത് ആധാറും കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ പാൻ കാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രൂഫ് വേണ്ടി വരും. ആധാർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്രൂഫ് തന്നെ രണ്ട് സ്ഥലത്ത് കൊടുത്താലും മതി. അതിനുശേഷം പേഴ്സണൽ പ്രൊഫൈലിലോട്ട് ക്ലിക്ക് ചെയ്യുക. അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പേഴ്സണൽ പ്രൊഫൈലിലോട്ട് പോകേണ്ടത്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് രണ്ട് സ്ഥലത്തും ചെയ്യുക. അഡ്രസ് പ്രൂഫ് ആൻഡ് ID പ്രൂഫ്. പിന്നെ പേഴ്സണൽ പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് ടാക്സ് റെസിഡൻസ് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, ഇയർ കറക്റ്റ് ചെയ്ത് കൊടുക്കുക, നാഷണാലിറ്റി ഇന്ത്യ കൊടുക്കുക, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കുക. പിന്നെ I am not US റെസിഡൻ്റ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. സ്റ്റേറ്റ് കേരള എന്താണ് കൊടുക്കാന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റത്തെയാണ്, ഞാൻ എല്ലാത്തിൻ്റെയും ഏറ്റവും ഫസ്റ്റത്തെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് എല്ലാം ഫസ്റ്റത്തെ സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്രോക്സിമേറ്റ് വോളിയം എന്നുള്ളിടത്ത് വേണമെന്നുണ്ടെങ്കിൽ 1000 കൊടുക്കുക. പർപ്പസ് ചോദിക്കുന്നിടത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക. ടൈപ്സ് ഓഫ് ആക്ടിവിറ്റി കൊടുക്കുന്നിടത്ത് സെൽഫ് എംപ്ലോയിഡ്, സോഴ്സ് ഓഫ് ഫണ്ട്, സേവിങ്സ്, എന്താണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ കൂടെ കൊടുക്കാം. എഡ്യൂക്കേഷൻ വേണമെങ്കിൽ കോളേജോ എന്താ വെച്ചാൽ കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് വെരിഫിക്കേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു മെയിൽ വരും, ഒരു കൺഫർമേഷൻ മെയിൽ. നിങ്ങൾ അണ്ടർ റിവ്യൂ ആണെന്നുള്ള ഒരു കൺഫർമേഷൻ മെയിൽ വരും, വെയിറ്റിങ്ങിലാണെന്നുള്ള ഒരു മെയിൽ വരും. നമ്മുടെ അഡ്രസ് പ്രൂഫ് വെരിഫിക്കേഷനിലാണെന്നുള്ള മെയിലാണ് വരുന്നത്. 24 ഹവറിനുള്ളിൽ വെരിഫൈഡ് ആകുമെന്നുള്ളൊരു മെയിലാണ് വരുന്നത്. ചിലപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് 2 മണിക്കൂറിന് ശേഷം നമുക്ക് വെരിഫൈഡ് എന്നുള്ളൊരു മെയിൽ കിട്ടും. അപ്പോൾ നമുക്ക് ആ മെയിൽ വന്നതിന് ശേഷം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് അവിടെ വെരിഫൈഡ് എന്ന് എഴുതിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് അവിടെ റിയൽ അക്കൗണ്ടുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് കാണാം. സ്റ്റാൻഡേർഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 1:500 ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് ആ കാണുന്ന ടാബ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിയിൽ ഒരു അക്കൗണ്ട് നമ്പർ കാണിക്കും, 1101988 എന്നൊക്കെ പറയുന്ന ഒരു അക്കൗണ്ട് നമ്പർ കാണിക്കും. അതാണ് നമ്മുടെ അക്കൗണ്ട്. ഇനി നമ്മൾ മെയിൽ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ന്യൂ അക്കൗണ്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ട് നമ്പർ, പാസ്വേഡ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും.